തേർഡ് റൗണ്ട് ആക്ച്വലി കുറേ കളർ പേപ്പേഴ്സ് ഇങ്ങനെ തറയിട്ടിട്ടുണ്ട്. നമുക്ക് ഓരോ കളർ സെലക്ട് ചെയ്യാൻ ഇങ്ങനെ തരും. എന്നിട്ട് ആ കളർ നമ്മൾ സ്ട്രോ വെച്ച് സക്ക് ചെയ്തെടുത്ത് നമ്മുടെ ബോക്സിൽ കൊണ്ട് ഇടുന്നതായിരുന്നു ടാസ്ക്. ജഡ്ജസ് കുറേ പറയുന്നുണ്ട് മറ്റുള്ളവരോട് അതിലൂടെ നമുക്ക് നമ്മുടെ കളറിട്ട് അവരെ ഔട്ടാക്കാം. പക്ഷേ ഇവരൊന്നും ഔട്ടാക്കുന്നില്ല, പേടിച്ചിട്ടൊക്കെ ആയിരിക്കും പാവങ്ങൾ. നമുക്കൊരു നെഗറ്റീവ് വരണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. എന്തായാലും അങ്ങനെ ചെയ്ത് ലോലീത്ത എന്ന് പറഞ്ഞ ആൾക്കാണ് ഏറ്റവും കൂടുതൽ. അത് ആരും ശ്രദ്ധിക്കുകയാണ്, നൈസിനെല്ലാം കൂടെ തെറ്റാക്കി കളഞ്ഞ്. പക്ഷേ ആൾ നൈസായിട്ട് സൈഡിൽ കൂടെ നല്ലതായിട്ട് പേപ്പറെല്ലാം എടുത്ത് 26 എണ്ണം ലോലീറ്റയ്ക്ക് പെൻഡൻറ്റ് കിട്ടി. പിന്നെ അതിലൊരു സ്ട്രാറ്റജി ആയിട്ട് കളിച്ച വേറൊരാൾ ഷ്യാം എന്ന് പറഞ്ഞ ഒരാൾ മറ്റുള്ളവർക്ക് കിട്ടാനെനിക്ക് അവരുടെ അവിടെ പോയി ഊതി വിടുന്നുണ്ടെന്ന്. അത് ജഡ്ജസിന് ഭയങ്കര ഇൻട്രസ്റ്റഡായി. അങ്ങനെ ആ ആക്കും അങ്ങനെ പെൻഡൻറ്റ് കിട്ടി. അതിനകത്ത് എനിക്ക് തോന്നുന്നു അവിടെ പോയത്, എനിക്ക് കുറേ പേരുടെ പേരൊക്കെ ഇങ്ങനെ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ ഓർക്കുന്നത്. നിവിൻ ഒരാളും പിന്നെ അഫിയ എന്ന് പറഞ്ഞ ആൾക്കും ഏറ്റവും കുറവായിരുന്നു. അതുകൊണ്ട് അവർ രണ്ടുപേരാണ് ഔട്ട് ഹൗസിലോട്ട് പോയത്. അതിൽ ഇന്നലത്തെക്കാട്ടിലും നല്ല കണ്ടസ്റ്റൻസും പക്ഷേ അവർ കൊള്ളൂലെന്നല്ല, കുറച്ചും കൂടി എനർജറ്റിക്. ഇപ്പോൾ ഇവിടെ ആദ്യം ഔട്ടായി പോയതുകൊണ്ട് കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് വന്നേയായിരിക്കും. എന്തായാലും അടുത്ത മാച്ച് തൊട്ട് നമുക്ക് അടുത്തൊരു ഇതുമായിട്ട് നമുക്ക് ഇവർ തമ്മിലുള്ള മത്സരം കാണാൻ പറ്റും. അപ്പോൾ ടാസ്ക് ആയിരിക്കുമോ, സംസാരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അറിയില്ല, നമുക്ക് നോക്കാം. റിയാസൊക്കെ പറയുന്നുണ്ട് ഈ സെക്കൻഡ് വന്ന ബഞ്ച് ഓഫ് 20 പീപ്പിൾഡാണ് അവർക്ക് ഭയങ്കര ഇമ്പ്രസ്ഡ് തോന്നിയതെന്ന് പറയുന്നുണ്ട്. എനിക്കെന്തോ രാകേഷിന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. രാകേഷ് എന്തായാലും മെയിൻ സീസണിൽ പോകാൻ ചാൻസ് എനിക്ക് തോന്നുന്നു. നോക്കി എഴുതി വെച്ചോ, രാകേഷ് മെയിൻ സീസണിൽ പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ വേണം ബിഗ് ബോസിൽ. സാധാരണക്കാരുടെ സംസാരം ഭയങ്കര പെട്ടെന്ന് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് വന്ന 20 പേരിൽ രാകേഷ് എന്തായാലും കയറും. എനിക്ക് നല്ലൊരു 90% എനിക്കൊരു ഉറപ്പുണ്ട് കയറും എന്ന്. കിട്ടിയാണെങ്കിലും കയറും, അല്ലെങ്കിൽ അവർ സെലക്ട് ചെയ്യാനും നല്ല ചാൻസ് ഉണ്ട്.